ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകും. അത് ഒരുവിധമൊക്കെ പോകാറുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് മടി കൂടുതലായ കാരണം ചില സമയത്തൊന്നും പോകാറില്ല. പണ്ടത്തേതിനേക്കാൾ എനിക്കിപ്പോൾ മടി കൂടുതലാണ്. കാരണം അന്നൊക്കെ വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് വരാറ്. അപ്പോൾ 6 ദിവസം നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുക മീൻസ് വീട്ടിനകത്ത് ഒരു റൂമിനകത്താണ്. 7ാമത്തെ ദിവസം പുറത്ത് പോകാൻ കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അന്ന് എല്ലാ സ്ഥലവും കാണാൻ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ 6 ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന കാരണം ഒരു ദിവസമെങ്കിലും വീട്ടിലിരിക്കണം എന്നാണ് ആഗ്രഹം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗുറാനിക് പാർക്കിലാണേ. ഈ സ്ഥലം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് കുറേ വട്ടം നോക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ നേരം വൈകിട്ടാണ് എണീറ്റത്. അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോബിച്ചൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ലൈസൻസ് എടുത്ത് റെൻറ്റിന് കാർ എടുക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ് കേട്ടോ. എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യും. ഇന്ന സ്ഥലത്തേക്ക് പോകാം, അപ്പോൾ റെൻറ്റിന് കാർ എടുക്കുന്നു, ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നു. അങ്ങനെയാണ് പ്ലാനൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. പക്ഷെ നമ്മൾ തെറ്റിയിട്ട് വേറൊരു ഗേറ്റ് വഴിയാണ് കയറിയത്. ഇതിനകത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒന്നൊരു ഗുഹ പോലത്തെ സെറ്റപ്പാണ്. അതിനകത്ത് അവരുടെ ഖുറാനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അതുകൂടാതെ ഒണിയൻ്റെ തോട്ടം, കുക്കുംബർ തോട്ടം, അങ്ങനെ കുറേ തോട്ടങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആപ്റ്റായിട്ടുള്ള ടൈം ആയിരുന്നില്ല. ശരിക്കും ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവിടെ പോകേണ്ടിയിരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ ഒന്നുകൂടി പോകാൻ പറ്റുകയാണെങ്കിൽ പോകണം. ഇവിടെ ഇപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം കയറിയിട്ടുള്ള ഗേറ്റ് തെറ്റിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ തിരിച്ചിറങ്ങി കാർ എടുത്ത് അതിൻ്റെ അടുത്ത ഗേറ്റ് കൂടിയാണ് ഉള്ളിലേക്ക്. അങ്ങനെ ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾ ആദ്യം കയറിയിട്ടുള്ളത് മിറാക്കിൾ കേവിനകത്താണ്, അതായത് ഗുഹയുടെ ഉള്ളിലേക്കാണ്. അതിനകത്ത് ഖുറാനിൽ പ്രതിപാദിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്പോട്ട് എത്തുമ്പോഴും സോളാർ ലൈറ്റ് സിസ്റ്റം വെച്ചിട്ട് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ അങ്ങനെ എഴുതി കാണിക്കും. അവരുടെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ആകുമ്പോൾ ശരിക്കും ഖുറാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോരാം. നമ്മൾ ജസ്റ്റ് എല്ലാം കണ്ടു കേട്ടു പോന്നു. പിന്നെ കുറേയൊക്കെ നമ്മുടെ ബൈബിളിലെയും ഖുറാനിലെയും സെയിം ആണ്. പേരുകളും കാര്യങ്ങളൊക്കെയാണ് മാറ്റമുള്ളതെന്നാണ് എനിക്കറിയുന്നിടത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആംബിയൻസ് നല്ലതായിരുന്നു. ഗുഹയുടെ ഉള്ളിൽ കൂടെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓരോ ഭാഗത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എക്സ്പോ 2020 പോയപ്പോൾ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നേ. ഓരോ പവലിയൻ്റെ അകത്തും ഓരോ രീതിക്കുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇതുപോലൊരു ഗുഹയും അതിനകത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർമ്മ വന്നു കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ. ഈ ഗുഹയുടെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയിൽ ഹയസ്റ്റ് ഇൻട്രാക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ കാണുന്ന അത്ഭുതങ്ങളൊക്കെ അവർ ഷോ ചെയ്തിട്ടുള്ളത് ഹോളോഗ്രാം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അതുകൂടാതെ 3D മാപ്പിംഗ് പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്തിട്ടും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോളാറിൻ്റെ ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. റിയൽ ആയിട്ടൊക്കെ തോന്നുന്ന ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 9 മണി വരെയാണ് ഗുറാനിക് പാർക്കിലേക്കുള്ള എൻട്രി. നമുക്ക് ഫ്രീ എൻട്രിയാണ്. പക്ഷേ ഈ മിറാക്കിൾ കേവ് കാണണമെങ്കിലോ അല്ലെങ്കിൽ ഗ്ലാസ് ഹൗസിനകത്തേക്ക് കയറണമെങ്കിലോ നമ്മൾ 5 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കണം. നോയൽ കാർഡ് ആയാലും ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ക്യാഷോ എന്ത് വെച്ചിട്ടാണെങ്കിലും എടുക്കാം. അതൊരു പ്രശ്നമില്ല. അതേസമയം പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ഈ രണ്ടെണ്ണം അല്ലാതെ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് നടക്കാം. ഈ ലേക്ക് കാണാൻ പോകുന്നതിനൊന്നും ഇഷ്ടമില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനായാലും ചെന്നിരിക്കാനാണെങ്കിലൊക്കെ. അതൊക്കെ ഫ്രീ എൻട്രി ആണ്. അതിന് ചുറ്റും മറ്റേ ഓടാനുള്ള സ്ഥലവും സൈക്ലിങ്ങിനുള്ള സ്ഥലവും വാക്കവേ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഫ്രീ ആണ്. ഈ 2 സ്ഥലങ്ങളിലേക്ക് കയറാൻ മാത്രം 5 ദർഹത്തിൻ്റെ ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ അതിൻ്റെ കിയോസ്ക് ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. അൽ ഗവനീസിലാണേ നമുക്ക് ഈ ഖുറാനിക് പാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതിനടുത്ത് തന്നെയാണ് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ട് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കവർ ചെയ്ത് പോവുകയും ചെയ്യാം. അതൊരൊറ്റ ട്രിപ്പിൽ പോകാമല്ലോ. ഇവിടെ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അത്രയും കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് എക്സിറ്റും അത്യാവശ്യം നല്ല സ്ഥലമാണ് കേട്ടോ കാണാൻ. നമ്മുടെ ഒരുപാട് വർഷം മുന്നത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ കാണാം. നമ്മളവിടെ പോയതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് നേരം നടന്നപ്പോൾ നമ്മളൊരു സ്ഥലം നോക്കിയിരുന്നു. അവിടെ തന്നെയായിരുന്നു ഈ ഹോളോഗ്രാം വെച്ചിട്ട് ഈ വെള്ളച്ചാട്ടം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടും ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ എണീറ്റ് നടന്നത്. ഈ ഖുറാനിക് പാർക്കിനകത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഗുഹയുടെ അകത്ത് കാണിക്കുന്നതാണെങ്കിലും ഇതിന് പുറത്തായിട്ട് ഇതൊരു 12 തോട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 51 ഫലവൃക്ഷങ്ങളാണ് ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം ഹോളി ഖുറാനിൽ ഉള്ളതാണ്. ബനാന ആയാലും പൊമഗ്രനേറ്റ് ആണെങ്കിലും ഒലിവ്, വാട്ടർമെലൻ, ഗ്രേപ്സ്, അത്തിപ്പഴം, ഗാർലിക്ക്, ഒനിയൻ, കോണ്, ലെൻറ്റിൽസ്, വീറ്റ്, അങ്ങനെ 51 തരം പ്ലാന്റ്സ് ആണ് ഈ ഒരു തോട്ടത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. 51 എണ്ണത്തിന് വെവ്വേറെ തോട്ടം ഉണ്ട് താനും. അതല്ലാതെ ഒന്നിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അകത്തുള്ള സെൻറ്ററിലുള്ള ഗ്ലാസിൻ്റെ ഒരു ഹൗസ് ഉണ്ട്. ആ ഗ്ലാസ് ഹൗസിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ 51 പ്ലാന്റ്സും കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യൂസസ് ആയാലും എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം. അതിലെ ഓരോ പ്ലാന്റിൻ്റെയും മെഡിസിനൽ വാല്യൂസ് വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മിഷൻ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം എൻ്റെ ഫ്രണ്ടിൽ നിന്നു കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, ദുബായ് ഫ്രെയിമിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇതിനടുത്ത് പോയി നോക്കി. നമ്മൾ 10 ദർഹംസ് അതിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുക ഒരു എംബ്ലം പോലെ. അപ്പോൾ അത് ഈ ഗോൾഡ് കളറിലെ കോയിനിൽ പതിപ്പിച്ചിട്ട് നമുക്ക് താഴെ വീഴും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പോകുന്നതിൻ്റെ ഒരു മെമ്മറി ആയിട്ട്
വേണ്ടിയിട്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. അതിൽ 2-4 ഓപ്ഷൻ ഉണ്ട് എന്താണ് കോയിനിൽ പതിപ്പിച്ച് തരേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്താൽ അത് ഈ കോയിനിൽ പ്രിൻറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ പതിപ്പിച്ച പോലെയായിട്ട് നമുക്ക് തിരിച്ചു തരും. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി അടുത്തതായിട്ട് ലേക്കിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത്. ചെറിയൊരു ഫൗണ്ടൈൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ചുറ്റും ബുഷ് പോലത്തെ ചെടിയൊക്കെ വെച്ച് വളർത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വെള്ളത്തിൻ്റെ നടുക്ക് കൂടെ നടക്കുന്നത് കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ അകലത്തുനിന്ന് കാണുമ്പോൾ. ശരിക്കും ഈ ഒരു ഭാഗമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് വൈറലായത് നമ്മളവിടെ പോകണമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ബൈബിളിലും അവരുടെ ഖുറാനിലൊക്കെ ഉള്ള പോലെ ചെങ്കടലിനെ 2ആയിട്ട് പിളർത്തിയിട്ട് അത് കൂടെ നമുക്ക് വഴി കാട്ടി തന്ന പോലെ ഇവിടെ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് സെറ്റ് ചെയ്തേക്കാണ്. വെള്ളത്തിൻ്റെ നടുവിൽ കൂടെ ഒരു പാലം, അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണ പോലെ തോന്നും. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നതെങ്കിലും സത്യത്തിൽ നടുക്കിൽ നടക്കാനുള്ളൊരു പാതയാണ് കേട്ടോ. 2 സൈഡിലും വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകിയ പോലെ. നമ്മുടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. അരയേക്കാളും കുറച്ചുകൂടി മുകളിലായിട്ട് ഒരു പാലാണ്. അപ്പോൾ അതാണ് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ നടുക്ക് കൂടെ പോണ പോലെ തോന്നുന്നത്. അവിടെ കുറേ പേര് നിന്ന് ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട്. നമ്മളത് കൂടെ നടന്നിട്ട് അപ്പുറത്തേക്ക് കടന്നു. നല്ല തണുപ്പായിട്ട് അത് കൂടെ നടക്കുമ്പോൾ ശീതളടിക്കുകയെന്ന് പറയില്ലേ, ആ വെള്ളം ഇങ്ങനെ അടുത്ത് കൂടെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ മേത്താവുകയും ചെയ്യും. പിന്നെ നല്ല കൂളിംഗ് എഫക്റ്റാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു രസമായിരുന്നു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോയും ഫോട്ടോ ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള തോട്ടങ്ങൾ കാണാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിലും ഞാൻ പറഞ്ഞല്ലോ അധികം പ്ലാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള സ്ഥലമാണ് ഈ ഗ്ലാസ് ഹൗസ്. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്ലാസ് ഹൗസിനകത്തേക്കായിരുന്നു. ഞാനവിടെ ഇരുന്നു. ഇവരിതുപോലെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നു. 5 ദിർഹംസ് തന്നെയായിരുന്നു ഒരാൾക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറുന്നത്. ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ് ഹൗസിനകത്ത് എങ്ങനെ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ നടുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ കുഴിച്ചിടുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള വെള്ളം വേണം, വളം വേണം, അതുപോലെ സൂര്യപ്രകാശം വേണം. അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് വേണമല്ലേ. അപ്പോൾ അത് MEP എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് അതിനകത്ത് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇത്രയും പ്ലാന്റ്സ് അതിനകത്ത് വളർത്തുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളായിട്ടും തോന്നി. പക്ഷേ ഇപ്പോൾ അതിനകത്ത് അത്രയും പ്ലാന്റ്സ് ഒന്നുമില്ല. പറഞ്ഞ പോലെ സീസണല്ല, അല്ലാതെ ഔട്ട് ഓഫ് സീസണിലാണ് നമ്മൾ പോയത്. അപ്പോൾ അധികം പ്ലാന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ എല്ലാ സമയത്തും കായ്ക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടെന്നല്ലാണ്ട് ബാക്കിയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഒരിക്കലും നമ്മൾ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് കണ്ടു വെച്ചെങ്കിൽ എന്തായാലും നിങ്ങളെയും കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ റാഷിദയിലേക്കാണ് വന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും സീഷെല്ല കയറാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റിക്ക് ചില്ലി കോർണറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒക്കെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പേരാട്ടാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പള്ളിക്കെട്ട് ചോദിച്ചു. പള്ളിക്കെട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ചോറിനകത്ത് ബീഫിൻ്റെ നല്ല കറിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ കുഞ്ഞിപ്പത്തലുണ്ടായിരുന്നു, പത്തലിൻ്റെ ഒരു മിക്സ് അത് വാങ്ങിച്ചു. അതുപോലെ കപ്പ ബിരിയാണി, നമ്മുടെ എറണാകുളംകാരുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി. അങ്ങനെ അത് 3 ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 3 ഐറ്റമാണ് ഓർഡർ കൊടുത്തതെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ നിന്നായിരുന്നു കഴിച്ചത്. ആദ്യം പത്തല് എല്ലാവരും കൂടി കഴിച്ചു. അങ്ങനെ രണ്ടാമത്തെ വാങ്ങിയിട്ടുള്ള കപ്പ ബിരിയാണി ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയണതാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ് അതൊന്ന് 3 പേരും സ്പൂൺ ഇട്ടിട്ടായിരുന്നു കഴിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് ബിരിയാണി കഴിച്ചില്ല, അങ്ങനെ പാഴ്സൽ കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.